ലജ്ജയില്ലാതെ പ്രസംഗിച്ച പരസ്യമായി വെളിപ്പെടുത്തിയ കെ സുധാകരന്റെ കോൺഗ്രസിന്റെ പിന്നിലല്ലേ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പുതിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്? നാണവും മാനവും വേണം. മനസ്സിലായോ? RSSന്റെ ശാഖയ്ക്ക് ഏത് ശാഖ? നേരത്തെ ഞാൻ പറഞ്ഞു മുസോളിനി. ആ മുസോളിനിയുടെ സൈനിക ക്യാമ്പ് സന്ദർശിച്ച് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ സൈന്യത്തെ പരിശീലിപ്പിച്ചെടുക്കുന്നതെന്ന് ഇറ്റലിയിൽ പോയി കണ്ടു പഠിച്ചാണ് ഡോക്ടർ മുൻജെ ഇന്ത്യയിൽ തിരിച്ചു വന്ന RSSന്റെ ശാഖകൾക്ക് രൂപം നൽകിയത്. ഫാസിസത്തിന്റെ സൈനിക പരിശീലനത്തിൽ നിന്ന് നേരിട്ട് പോയി പാഠം പഠിച്ച് ഹിറ്റ്ലറെയും മുസോളിനിയെയും മാതൃകയാക്കണമെന്ന് പരസ്യമായി പറഞ്ഞ് RSSന്റെ ശാഖകൾക്ക് രൂപം നൽകി. മനുഷ്യരെ എങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാം എന്നതുൾപ്പെടെയുള്ള കായിക മുറകൾ പരിശീലിപ്പിക്കുന്ന ശാഖകൾ RSS രാജ്യത്തെമ്പാടും ആരംഭിച്ചപ്പോ മതനിരപേക്ഷവാദികളുടെ പ്രതിരോധം പലയിടത്തും ഉയർന്നു വന്നു. മനുഷ്യരെ കൊല്ലാനുള്ള പരിശീലനം ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്നെല്ലാമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് സംരക്ഷണം കൊടുത്തു എന്ന് കെ സുധാകരൻ പറയുന്നു. ആ സുധാകരന്റെ ചിറകിന്റെ കീഴിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറ ഇപ്പൊ സമ്മേളിക്കുന്നത്. KM ഷാജി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ ആ സുധാകരന്റെ ചിറകിന്റെ കീഴിലാണ് നിൽക്കുന്നത്. നാളെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ സുധാകരന്മാർ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഓരോ ടീമിന്റെയും ക്യാപ്റ്റനായി പോകാനുള്ളവരാണ് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വലിയ പോരാളികൾ. അതല്ലേ നിങ്ങളുടെ മതനിരപേക്ഷത? RSSന്റെ രണ്ടാമത്തെ സർസംഘ ചാലകായിരുന്നു മാധവ സദാശിവ ഗോൾവൽക്കർ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ആ ഗോൾവൽക്കറാണ്. വിചാരധാര എന്ന ഇന്ത്യൻ വർഗീയതയുടെ മാനിഫെസ്റ്റോ ആ പുസ്തകത്തിൽ അതിന്റെ 19, 20, 21 അധ്യായങ്ങളിലായി ആഭ്യന്തര ഭീഷണി എന്ന ഭാഗത്ത് ഇന്ത്യയുടെ ഭീഷണി. ആരാണ് ഇന്ത്യയുടെ ഭീഷണി? ഗോൾവൽക്കർ എഴുതുന്നു, ഒന്നാമത്തെ ഭീഷണി മുസ്ലിങ്ങൾ, രണ്ടാമത്തെ ഭീഷണി ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ ഭീഷണി കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പോവാൻ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും ഇന്ത്യക്ക് ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ഒരു മനസാക്ഷി കുത്തമില്ലാതെ RSSന്റെ ആധികാരിക നയം സ്വന്തം കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയ ഗോൾവൽക്കർ. ആ ഗോൾവൽക്കർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആ വർഗീയവാദിയുടെ ജന്മശതാബ്ദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ RSS കമ്മിറ്റി കൂടി ആലോചിച്ചപ്പോ ക്ഷണിക്കാൻ തീരുമാനിച്ച നേതാവിന്റെ പേരാണ് BD സതീശൻ. ക്ഷണിച്ചോ? ഒരു മനസാക്ഷി കുത്തമില്ലാതെ പോയി. ഗോൾവൽക്കറിന്റെ ചില്ലിട്ട ചിത്രത്തിന്റെ താഴെ തിരിയിട്ട് വെച്ച നിലവിളക്ക് കൊളുത്തി മുട്ടുമടക്കി നട്ടല് വളച്ച് തലകുനിച്ച് ഗോൾവൽക്കറിന്റെ അവദാനങ്ങൾ പ്രസംഗിച്ച BD സതീശൻ. ആ സതീശന്റെ ഇടത്തും വലത്തുമായിട്ടാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും നിൽക്കുന്നത്. ശാഖയ്ക്ക് കാവൽ നിന്നവർ, ഗോൾവൽക്കറെ പുകഴ്ത്താൻ RSSന്റെ ആസ്ഥാനത്തേക്ക് കടന്നു ചെന്ന് കുനിഞ്ഞു നിന്നവർ, അവരുടെ പിന്നിൽ നിന്ന് ഏത് ന്യൂനപക്ഷ സ്നേഹമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്? ഏത് മതനിരപേക്ഷതയെ കുറിച്ചാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നത്? RSSന്റെ മടയിൽ ചെന്ന് അവരുടെ വർഗീയതയെ വെല്ലുവിളിച്ച് പ്രതിരോധിച്ചതിന്റെ പേരിൽ ജീവൻ വയ്യർപ്പിക്കേണ്ടി വന്ന നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ചോരപുരണ്ട കൊടിയാണ് ഈ രക്തപതാക എന്നോർത്തോളം. എന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിക്കാൻ വരുന്നു, ഞങ്ങളെ വർഗീയതയുമായി ചേർത്ത് പറയാൻ വരുന്നു.